സമയം ഉപയോഗിക്കുന്നതിൽ തന്നെ പലരും പരാജയപ്പെട്ടു പോകുകയാണ്. സമയത്തെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ കഴിയും, സമയത്തെ നിക്ഷേപിക്കുവാൻ കഴിയും. നിങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. IELTS പഠിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. മണിക്കൂറുകളിരുന്ന് ബൈബിൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ സമയത്തെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുവാൻ കഴിയും. എന്നാൽ അനേകർ സമയത്തെ വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. മനഃപൂർവ്വമായി തീരുമാനമെടുക്കണം. എവിടെയൊക്കെയാണ് നിങ്ങളുടെ സമയം വെറുതെ നഷ്ടമായി പോകുന്നത്, അതെല്ലാം കണ്ടെത്തിയതിന് ശേഷം ആ സമയത്തെ നല്ല നിലയിൽ ഉപയോഗിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം തയ്യാറാകണം. വെറുതെ ഞാൻ ചിന്തിച്ച് മണിക്കൂറുകൾ ഇരിക്കുകയാണോ, ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണോ? പുറത്തു വരിക. ഒരു നിമിഷം എന്ന് പറയുന്നത് വിലപിടിപ്പുള്ളതാകുന്നു. അനേകർ എന്നും വിശ്രമമാണ്, എന്നും ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണ്. ക്രിയാത്മകമാകുന്ന നിലയിൽ പ്രൊഡക്റ്റീവായിട്ട് സമയത്തെ ഉപയോഗിക്കുന്നില്ല. വെറുതെ ഇരുന്ന് ചിന്തിച്ചിരുന്ന് ഒന്നും ചെയ്യാതിരുന്ന് സമയം നഷ്ടമാക്കുകയാണോ? ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ തീരുമാനമെടുക്കുക. TV-യുടെ മുൻപിലിരുന്ന് സീരിയൽ കാണുന്നു, സിനിമ കാണുന്നു, 2 മണിക്കൂർ 3 മണിക്കൂർ നഷ്ടമാക്കുകയാണോ? ഇന്ന് തന്നെ തീരുമാനമെടുക്കുക.